Meet the editors. ചിത്രം തെളിഞ്ഞോ എന്നാണ് ചോദ്യം. സ്മൃതി, ഇപ്പോൾ 140 മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികളായി. 137 ഇടങ്ങളിൽ മാത്രമാണ് LDF സ്ഥാനാർത്ഥികളായത്. മങ്കടയിൽ സ്ഥാനാർത്ഥിയായിട്ടില്ല, കാസർഗോഡ് സ്ഥാനാർത്ഥിയായിട്ടില്ല, പിന്നീട് ഒരു മണ്ഡലം കൂടി ഉണ്ടല്ലോ, താനൂരിൽ സ്ഥാനാർത്ഥിയായിട്ടില്ല, അബ്ദുൽ റഹ്മാൻ മാറിയതോടുകൂടി. പക്ഷേ എങ്കിലും ഏകദേശ ചിത്രം തെളിഞ്ഞു. ചിത്രം തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം UDFിൻ്റെ കോൺഗ്രസിൻ്റെ പട്ടികയായിരുന്നല്ലോ പ്രതീക്ഷിച്ചത്. എന്താണ് ആ പട്ടികയിൽ ഏതൊക്കെ പേരുകളാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ രാത്രി വൈകുവോളം കാത്തിരുന്നത്. രാത്രി ആ പട്ടിക വരുന്നതോടുകൂടി കോൺഗ്രസിൻ്റെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. UDFിൻ്റെ ചിത്രം എന്നുള്ളത് ലീഗിൻ്റെയൊക്കെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ UDF ചിത്രം ഏതാണ്ട് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പുറത്ത് LDF, CPM തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനം നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ CPMൻ്റെ പട്ടിക വന്ന് എങ്കിലും LDFിൻ്റെതായ പട്ടിക വന്നിട്ടില്ല. പലയിടത്തും സ്വതന്ത്രക്കായി തപ്പിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ചിലയിടത്ത് സ്ഥാനാർത്ഥികളെ നിർത്തിയതിനു ശേഷം അവിടെ നിന്ന് മാറ്റുന്നു എന്നുള്ള ചിത്രം കേൾക്കുന്നു. ഇപ്പോൾ അബ്ദുറഹിമാൻ ആവശ്യപ്പെട്ട അനുസരിച്ച് തിരൂരിലേക്ക് മാറ്റിക്കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ LDFിനകത്ത് ഉണ്ട്. ഇപ്പോൾ ചിത്രം തെളിഞ്ഞോ എന്ന് കേൾക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഒക്കെ തെളിഞ്ഞോ എന്നുള്ളത് മാത്രമല്ലല്ലോ, എന്താണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചിത്രം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കാണുന്ന പൊട്ടിത്തെറികൾ, ഉറപ്പായിട്ടും അത് പൊട്ടിത്തെറികൾ സ്വാഭാവികമായി കോൺഗ്രസിലാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. അത് എല്ലാ കാലത്തുമുള്ള പൊട്ടിത്തെറികൾ എന്നതാണ്. ഇപ്പോൾ AK ആന്റണി പറയുന്നത് ഇതൊക്കെ ഒരു പൊട്ടിത്തെറിയാണോ, ഇതിലും വലിയ പൊട്ടിത്തെറി നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ശരിയാണ്, K കരുണാകരനൊക്കെ പൊട്ടിത്തെറിച്ച പോലൊരു പൊട്ടിത്തെറി എന്നത് സുധാകരൻ്റെ കാര്യത്തിൽ ശരിയല്ലായിരിക്കാം. പക്ഷേ എന്നാലും 2-3 ദിവസം പാർട്ടിയെ എങ്ങനെയാണ് വെള്ളം കുടിപ്പിച്ചത് സുധാകരൻ എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഇന്ന് പക്ഷേ സുധാകരൻ സ്ഥാനാർത്ഥി വീട്ടിൽ സ്വീകരിക്കുന്നു, ഷോളിട്ട് സ്വീകരിക്കുന്നു, പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് പറയുന്നു. അത് ഈ പറയുന്ന കണ്ണൂരിൽ മാത്രമല്ല, കണ്ണൂർ മണ്ഡലത്തിൽ മാത്രമല്ല, ബാക്കിയിടത്തും അദ്ദേഹം പ്രചാരണത്തിനിറങ്ങും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തുമോ എന്നുള്ള ആശങ്ക ഒരു വശത്ത് നിൽക്കുന്നുമുണ്ട്. കാരണം സുധാകരൻ ചിലപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൈവിട്ടു പോകാറുണ്ട്, അത് പലപ്പോഴും പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കാറുണ്ട്. അത് ന്യായീകരിക്കാനാണ് മറ്റു നേതാക്കൾ സമയം ചെലവഴിക്കേണ്ടി വരിക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതവിടെ നിൽക്കുന്നു. പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നവർ പറയുന്ന കാര്യം, ചിലർ പറയുന്നു പാർട്ടി SDPയുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. നുസൂർ യൂത്ത് കോൺഗ്രസിൻ്റെ പഴയ നേതാവാണ്. അദ്ദേഹം 10-20 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യമൊക്കെ പറഞ്ഞിട്ട് സീറ്റില്ല എന്ന ഘട്ടത്തിലാണ് വർഗീയതയുമായി കൈകോർക്കുന്ന പാർട്ടിയായിരുന്നു, മടുത്തു എന്നൊക്കെ പറയുന്നത്. ആ മടുപ്പ് അത്ര ശരിയായ മടുപ്പായി തോന്നുന്നില്ല. ഇതിപ്പോൾ സീറ്റ് കിട്ടാത്തൊരു മടുപ്പായി മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഉന്നയിച്ച ആരോപണം അത്രത്തോളം നിൽക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഇതൊക്കെ തന്നെയും രാഷ്ട്രീയമായ പ്രതികരണങ്ങളായി നിൽക്കുന്നു. പക്ഷേ നമുക്ക് ഇന്ന് കണ്ട ഒരു ചിത്രം എന്നുള്ളത്, ജോസഫ് വാഴക്കൻ 1,00,000 പോസ്റ്ററുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. 1,00,000 പോസ്റ്ററുകളും ഹോർഡിങ്ങുകളും ഒക്കെ എത്ര പൈസ ചെലവാക്കിയിട്ടുണ്ടാകും. അത് പാർട്ടി തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രചാരണത്തിന് ഇറങ്ങിയാണ്. സ്വന്തം നിലയ്ക്ക് താല്പര്യപ്രകാരം അങ്ങ് ഇറങ്ങിയതല്ല, താല്പര്യമുണ്ടായിരുന്നു ഉറപ്പായിട്ടും. ആ താല്പര്യം പാർട്ടി അംഗീകരിക്കുകയും മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ആ പോസ്റ്ററുകളൊക്കെ അടിച്ചത്. അപ്പോൾ അതൊരു വലിയ നഷ്ടമായി നിൽക്കുന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്, എനിക്കുണ്ടായ നഷ്ടം എന്നോട് പാർട്ടി അതിനുശേഷം പറഞ്ഞ മറുപടി ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് പറയുന്നത് ഒരു മര്യാദയുടെ മറുപടിയാണ്. അദ്ദേഹം എന്തായാലും പാർട്ടിയെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ പാർട്ടി പ്രതിരോധത്തിനാകാനോ ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പറയുന്നു. അതേസമയം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ദീപ്തിയും അതേപോലെ തന്നെ, ദീപ്തി ഇന്ന് മുഹമ്മദ് ഷിയാസിൻ്റെ പേര് പോസ്റ്ററും ഷെയർ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെ. അപ്പോൾ അത്തരം ഈ പറയുന്ന അപശബ്ദങ്ങൾ പതുക്കെ ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ വിട്ടുകൊണ്ട് പ്രചാരണത്തിലേക്ക് സജീവമായി ഇറങ്ങുന്ന ഒരു ചിത്രം അപ്പുറത്ത് കാണുകയാണ്. നമുക്ക് ആകെക്കൂടെ നോക്കുമ്പോൾ, ഇതുവരെ ഉണ്ടായിരുന്ന സംഭവവികാസങ്ങൾ നോക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് സുധാകരൻ ഉണ്ടാക്കിയ ഒരു വെല്ലുവിളി എന്നുള്ളതാണ്. ബാക്കിയെല്ലാം തന്നെ സ്ഥിരമായി ഉണ്ടാകുന്ന ചെറിയ പൊട്ടിത്തെറികളായി കാണാം. പക്ഷേ CPMനെ സംബന്ധിച്ച് പതിവില്ലാത്ത രീതിയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. 6 പേരെങ്കിലും, നമ്മൾ ഐഷ പോറ്റിയിൽ തുടങ്ങുന്ന പ്രതിപക്ഷ നേതാവ് വിസ്മയം എന്ന് വിളിച്ചിരിക്കുന്ന ആ പേരിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ കൂടി പാർട്ടിയെ പ്രതിരോധത്തിലാക്കി പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് പുറത്തു വന്നതെന്നുള്ളതാണ്. സുധാകരൻ പുറത്തു പോകുന്നു, TK ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് അഴിമതി ആരോപണമടക്കം ഉന്നയിച്ചുകൊണ്ട് ഇറങ്ങുന്നു. ഇതൊക്കെ ശരിയോ തെറ്റോ എന്നതിനപ്പുറം പാർട്ടിയുടെ ഭാഗമായി നിന്ന്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി നിന്ന് നടത്തിയ വാർത്താ സമ്മേളനമായിരുന്നു എന്നുള്ളതാണ്. അപ്പുറത്ത് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കുഞ്ഞികൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ഫണ്ടുമായി ബന്ധപ്പെട്ട്, രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണം, ആ 35 ലക്ഷം അത് തിരിച്ചടയ്ക്കുമെന്ന് പറഞ്ഞ് തിരിച്ചടച്ചോ എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. അത് കുടുംബ യോഗങ്ങളിൽ വ്യക്തമാക്കുമെന്ന് പറഞ്ഞു, അത് ഉണ്ടായിട്ടില്ല. ഇതൊക്കെ തന്നെയും അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ജയിക്കുമോ തോൽക്കുമോ എന്നതിനപ്പുറം അത് ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ അത്
എങ്ങനെയാണ് ചർച്ചയാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. CPM-നെ സംബന്ധിച്ച് അത് സംഭവിക്കാത്ത കാര്യമാണെന്ന് മുഖ്യമന്ത്രി ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു. ഈ TK ഗോവിന്ദന്റെ കാര്യത്തിൽ അത് അപ്രതീക്ഷിതമാണ് എന്ന്. അത് അത്രത്തോളം പാർട്ടിയോട് ചേർന്ന് അല്ലെങ്കിൽ നേതാക്കളുമായി അത്ര അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. കുഞ്ഞികൃഷ്ണൻ ഈ തരത്തിൽ നേരത്തെയും എതിർ ശബ്ദങ്ങൾ ഉയർത്തുകയും അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. TK ഗോവിന്ദന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടി പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പാർട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി ആശങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പാർട്ടിക്കകത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അത് കോൺഗ്രസിൽ നിന്നോ UDF-ൽ നിന്നോ മറ്റ് പാർട്ടികളിൽ പുറത്തുനിന്ന് വന്ന ശബ്ദമല്ല, അകത്തുനിന്ന് ഉയർന്ന സ്വരമാണ് എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ്. അതൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ള കാര്യം പറയാനാകില്ല. ഇപ്പോഴുള്ള ദിവസങ്ങൾ ഇപ്പോൾ ഇനി 20 ദിവസമേ ഉള്ളൂ എന്ന് പറയുമെങ്കിൽ കൂടി, വളരെ കുറഞ്ഞ ദിവസങ്ങൾ പ്രചാരണത്തിന് എന്ന് പറയുമെങ്കിൽ കൂടി ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, പ്രചാരണത്തിലേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ. ഇനി അങ്ങോട്ടാണ് വിഷയങ്ങൾ ഉയരാനിരിക്കുന്നത്. ആ വിഷയങ്ങളൊക്കെ വലിയ തോതിൽ പ്രതിഫലിക്കും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ, സ്ത്രീപക്ഷ നിലപാട്, ആ സ്ത്രീപക്ഷ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം നിൽക്കുന്നതാണോ, അതിലപ്പുറമുള്ള കാര്യങ്ങളിൽ എടുക്കുന്ന സമീപനം എന്താണ് എന്നുള്ളത്. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല. എൽദോസ് കുന്നപ്പള്ളിയെ സ്ഥാനാർത്ഥിയാക്കാത്തത് തനിക്കെതിരെ വരുന്ന പീഡന പരാതി കൊണ്ടാണെന്നാണ് എൽദോസ് കുന്നപ്പള്ളി കരുതിയത്. അതിന് മറുപടിയുമായി എൽദോസ് കുന്നപ്പള്ളി വരികയും ചെയ്തു. പാർട്ടിയിലെ മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വരികയും ചെയ്തു. പക്ഷേ അതല്ല കാര്യം. യഥാർത്ഥത്തിൽ അവിടെ വിജയസാധ്യതയാണ് വിഷയം. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ആരോപണമല്ല എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞതോടുകൂടി ആ ആരോപണത്തെ എങ്ങനെ കാണുന്നു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഇനി PK ശശിയുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു സാങ്കേതികതയുള്ള പ്രശ്നമായിരിക്കാം. മറ്റ് ചിഹ്നത്തിനൊക്കെ എടുക്കുന്ന സമയം അത്രയും സമയമില്ലാത്തത് കൊണ്ടുള്ള കാര്യമായിരിക്കാം. അത് സാങ്കേതികമായിരിക്കാം. പക്ഷേ PK ശശി എന്നുള്ള വ്യക്തി, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് CPM അന്ന് PK ശശിയെ സംരക്ഷിച്ചു നിർത്തിയത് എന്തിനാണ് എന്ന് ഉറച്ച ചോദ്യങ്ങളായി ഉന്നയിച്ചിരുന്നവർ തന്നെ അവരെ കൂടെ കൂട്ടുമ്പോൾ അത് വിശദീകരിക്കപ്പെടുന്നുണ്ടോ, അത് ശരിയായി വിശദീകരിക്കപ്പെടുന്നുണ്ടോ? അപ്പോൾ വിജയമാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ PK ശശിയെ കൂട്ടിയാൽ ഒറ്റപ്പാലത്ത് ജയിക്കാം എന്നുള്ളൊരു ഉറപ്പാണ് കിട്ടിയിരിക്കുന്നത്. വിജയത്തിനുള്ള ഒരു ഫോർമുല അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് കാണുന്നത്. അപ്പോൾ വിജയമാണ് പ്രധാനം. അവിടെ പല കാര്യങ്ങളും പിന്നാക്കം പോകുന്നു എന്നുള്ളത് ചില കാര്യങ്ങളിൽ നമുക്ക് നിരാശപ്പെടുത്തുന്നതാണ്. പക്ഷേ മുഴുവൻ ചിത്രം നോക്കുമ്പോൾ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ അപ്പുറത്തും വളരെ ഗുരുതരമായി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് തമ്മിലുള്ള തുലനം നടക്കും. ത്രാസ് ഏതാണ് ഉയർന്നു നിൽക്കുക, ഏതാണ് താഴ്ന്നു നിൽക്കുക എന്ന് പറയാൻ ഇപ്പോൾ ആകില്ല. ഏതായാലും ചിത്രം വ്യക്തമാകുന്നു. പക്ഷേ ഇനി പോകെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും എന്നുള്ളതാണ്. ഓക്കെ, സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം. മധു, സ്വാഭാവികമായും മുന്നണികൾ സ്ഥാനാർത്ഥി പട്ടിക ഏറെക്കുറെ പൂർത്തിയാക്കിയിരിക്കുന്നു. UDF-ൻ്റെതാണ് ഒരു പൂർണ്ണ ചിത്രം പുറത്തു വന്നിരിക്കുന്നത്. LDF-ൽ ഇനി നേരത്തെ പറഞ്ഞതുപോലെ 4 മണ്ഡലങ്ങൾ ബാക്കിയുണ്ട്. BJP-യെ സംബന്ധിച്ചിടത്തോളവും ഏതാണ്ട് 10 മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പറഞ്ഞു തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നോക്കൂ, നമ്മളൊരു 5 ഘട്ടങ്ങൾ എന്ന നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം, സ്ഥാനാർത്ഥി ചിത്രം എന്നതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നോക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സാഹചര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ നിലയ്ക്കാണ് കേരള രാഷ്ട്രീയം വിധി എഴുതാൻ പോകുന്നത് എന്ന വലിയ പ്രവചനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2ാം ഘട്ടം വരുന്നുണ്ട്. UDF-ന് ഒരു എഡ്ജ് കിട്ടി, പ്രതിപക്ഷം വലിയ ആവേശത്തിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വികസന പ്രഖ്യാപനങ്ങൾ, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പും ഉണ്ടായിട്ടുണ്ട്, ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം. അതിനുശേഷം വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനങ്ങൾ, അതിലേക്കാണ് സർക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണമെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. 10 വർഷം മുമ്പുള്ള UDF-ൻ്റെ ഭരണകാലത്ത് എന്തൊക്കെയായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ എന്നതടക്കമുള്ള പ്രചാരണത്തിൻ്റെ ഒരു വലിയ ഘട്ടം വരുന്നുണ്ട്. ശേഷം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നു. സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ LDF-ലും UDF-ലും ഉണ്ടാകുന്നു. ഇനി ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് സ്ഥാനാർത്ഥി ചിത്രം കൂടി തെളിഞ്ഞിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇനി 1-2 ദിവസം മാത്രമേ ഉള്ളൂ നാമനിർദ്ദേശ പത്രിക പൂർത്തീകരിക്കാൻ. സ്വാഭാവികമായും അത് പൂർത്തീകരിച്ച് മുന്നണികൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഡയറക്റ്റ് ഫൈറ്റ് എന്നൊരു സാഹചര്യത്തിലേക്ക്, ഈ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഈ 5 ഘട്ടങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി സംസ്ഥാനത്തെ ഒരു സ്ഥാനാർത്ഥികളുടെ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ 100 സീറ്റുകൾ നേടി അധികാരത്തിൽ വരും എന്ന് ഇന്ന് VD സതീശൻ പറഞ്ഞിരിക്കുന്നു. ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ രാഷ്ട്രീയം പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് മുന്നിലോ ആ മുന്നണിക്ക് മുന്നിലോ ഉണ്ടായിരുന്നില്ല. പക്ഷേ നോക്കൂ, ഈ കഴിഞ്ഞ 3-4 ദിവസത്തെ പ്രക്ഷുബ്ധതകൾക്ക് ശേഷം UDF അതിൻ്റെ ട്രാക്കിലേക്ക് തിരികെ വന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അത്രമേൽ ഈ ആഭ്യന്തര സംഘർഷങ്ങളൊക്കെ മാറിയിരിക്കുന്നു. സുധാകരൻ ഇന്ന്
മാധ്യമങ്ങളെ കാണുന്ന സമയത്തൊക്കെ BJP-യിലേക്ക് പോകുമോ എന്ന ചോദ്യത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്, പ്രചാരണത്തിന് പോകുമോ എന്ന ചോദ്യത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. പ്രചാരണത്തിന് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പേരാവൂരിലേക്കടക്കം സുധാകരൻ പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒക്കെ ശരി. പക്ഷേ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്ന കാര്യം 3.0യുമായി ബന്ധപ്പെട്ടാണ്. 3.0 വന്നേക്കുമോ എന്ന ചോദ്യത്തിന് വരാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഉറപ്പില്ലേ എന്ന ചോദ്യത്തിന് ഉറപ്പില്ല എന്ന് പറയുന്നു. അതായത് മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പില്ലേ എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായ സുധാകരൻ പറയുന്നത് ഉറപ്പില്ല എന്നാണ്. UDF-ന് ആ ഉറപ്പുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ UDF-നുണ്ടാകും, എനിക്കില്ല എന്ന് പറയുന്നു. ഈ സാഹചര്യം ഞാൻ കുറച്ച് പുറകിലേക്ക് പ്ലേസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്ന സുധാകരനാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ തീരുമാനമെടുത്തത്. എത്രയെത്ര വിവാദങ്ങളാണ് K. സുധാകരൻ ഉണ്ടാക്കിയെടുത്തത്. ശരിയാണ്, അദ്ദേഹത്തിന്റെ ലെഗസിക്കോ അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെട്ട ദിനങ്ങളെ ഒന്നും നമ്മൾ മാറ്റിവെക്കുന്നില്ല. പക്ഷേ സുധാകരന്റെ രാഷ്ട്രീയ പരാമർശങ്ങളിൽ പലയിടങ്ങളിൽ വീഴ്ച തുടർക്കഥയായ സമയത്താണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി നിൽക്കണം എന്ന തീരുമാനം കോൺഗ്രസിലെ കുറച്ച് നേതാക്കൾ എടുക്കുന്നത്. ഇന്ന് ഈ വിവാദങ്ങളൊക്കെ കഴിഞ്ഞു വന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തുന്ന ചില പ്രതികരണങ്ങളിൽ ഒന്ന് വളരെ ക്ലിയർ ആയ ഒരു പ്രതികരണം, ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്കുള്ള പ്രചാരണം ഏറ്റെടുക്കുമെന്ന തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. കുറച്ച് മണിക്കൂറുകൾക്കിപ്പുറത്ത് 3.0 ചിലപ്പം വന്നേക്കും, എനിക്ക് ഉറപ്പൊന്നുമില്ല എന്ന പ്രതികരണം നടത്തുന്നുണ്ട്. ഇതാണ് സുധാകരൻ. ഈ സുധാകരന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഇത്രയും പ്രക്ഷുബ്ധമായ ഒരു കടൽ നീന്തി കടന്നത് എന്നുള്ളത് ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്നു. ഇനി വിമത പ്രഖ്യാപനങ്ങൾ. നുസൂർ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്, മുൻ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം പറയുന്നു ഏറ്റവും വലിയ വർഗീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത്. ആ തിരിച്ചറിവ് എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇത്രയും കാലം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഡീല് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ഡീല് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് അദ്ദേഹം പറയുകയാണ്, നേമത്ത്, വട്ടിയൂർക്കാവിൽ, അരുവിക്കര, തിരുവനന്തപുരം സെൻട്രൽ, ഈ 4 ഇടങ്ങളിൽ ഡീല് നടക്കുന്നുണ്ട്. നേമത്ത് അനുകൂലമായി കോൺഗ്രസ് വോട്ട് കുത്തും, മറ്റിടങ്ങളിൽ കോൺഗ്രസിന് അനുകൂലമായി BJP വോട്ട് കുത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് സമയത്ത് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ എന്ന നിലയ്ക്കാണ് നുസൂർ രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നത്. ചാണ്ടി ഉമ്മൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? പാർട്ടി വിടാൻ പോകുന്നവർ അങ്ങനെ പലതും പറയും, അത് നോക്കേണ്ട എന്ന്. ഇനി വർഗീയ പാർട്ടി ആണ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ നോക്കൂ അദ്ദേഹം എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ് നടത്താൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊരു രാഷ്ട്രീയ കോമഡിയായി പരിണമിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തളിപ്പറമ്പിൽ 2 പേരാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിമത സ്ഥാനാർത്ഥിത്വം. ഒന്ന് KPCCയുടെ അംഗമാണ് കൊയ്യം ജനാർദ്ദനൻ, മറ്റൊന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായ ആളാണ് വിജിൽ മോഹൻ. യെസ്. അപ്പോൾ അങ്ങനെ നടക്കുന്നു. ഇനി ഈ 5 ഘട്ടങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് സ്ഥാനാർത്ഥി നിർണ്ണയവും കഴിഞ്ഞ ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് പോകുന്ന സമയത്ത് എനിക്കുള്ളൊരു വിശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ പോരാട്ടമായിരിക്കും കേരളത്തിൽ നടക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹം വളരെ ഷോർട്ട് മെമ്മറി ഉള്ളൊരു സമൂഹമാണ്. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇപ്പം നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട സമയത്ത് ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുന്ന സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളം എങ്ങനെ വിധി എഴുതുമായിരുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതിനുശേഷം വികസന പ്രഖ്യാപനങ്ങൾ വലിയ തോതിൽ വന്ന സമയത്ത് ആ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു വിധി എഴുത്തായിരിക്കും ഉണ്ടാക്കുന്നത്. 20 ദിവസം മുന്നിലുണ്ടെങ്കിൽ അത് വളരെ നിർണായകമായ ഒന്നായിരിക്കും. ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് എന്താണ് ഈ 20 ദിവസം നടക്കാൻ പോകുന്നത്, എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നുള്ളത്. തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു, പ്രതിഫലിക്കുകയും ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. പക്ഷെ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള എഡ്ജ് ഈ വിവാദങ്ങൾക്ക് ശേഷം കോൺഗ്രസിന് ഇനി ഉണ്ടാകുമോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ 20 ദിവസം കൂടുതൽ നിർണായകമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഒരു നുണബോംബിനും തകർക്കാൻ കഴിയില്ല UDF-നെ എന്നിന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. എന്തായിരുന്നു നുണബോംബ്? സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഒരു നുണബോംബായിരുന്നോ? സുധാകരൻ തന്നെ ഞാൻ മത്സരിക്കും എന്ന് 3 തവണ പറഞ്ഞിട്ടല്ലേ ഡൽഹിക്ക് വണ്ടി കയറിയത്. അതിനുശേഷം അദ്ദേഹം ഈ പാർട്ടിയെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള മണിക്കൂറുകൾ നമുക്ക് ഓർമ്മയില്ല. ഇതൊന്നും സുധാകരനെ ബാധിച്ചിട്ടില്ല, സുധാകരന്റെ തീരുമാനമല്ല എന്നാണോ പറയുന്നത്? സുധാകരൻ ഇന്ന് കണ്ണൂരിൽ ടി.ഒ. മോഹനോട് സംസാരിച്ചത് എന്താണ്? ഞാൻ വാക്ക് പാലിച്ചു എന്നാണ്. അപ്പൊ എന്ത് വാക്കാണ് അദ്ദേഹം പാലിച്ചത്? അദ്ദേഹത്തിന്റെ വാക്ക് മത്സരിക്കുമെന്നുള്ളതായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ അദ്ദേഹം മത്സരിക്കുന്നില്ല, അപ്പൊ അദ്ദേഹം വാക്ക് പാലിച്ചു. അപ്പൊ മാധ്യമങ്ങളുടെ നുണബോംബ് എന്താണ് എന്ന് പ്രതിപക്ഷ നേതാവ് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇനി അടൂർ പ്രകാശ് ഇന്ന് എന്താ പറഞ്ഞത്? അടൂർ പ്രകാശ് എന്ന് പറഞ്ഞത് എനിക്ക് റാന്നിയിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ്. ആ ആഗ്രഹം അദ്ദേഹം പോസ്റ്റുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം മാധ്യമപ്രവർത്തകരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സുധാകരനെ വെട്ടിയതോടുകൂടി അദ്ദേഹം ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ മാത്രമായി പറഞ്ഞ, മാധ്യമപ്രവർത്തകർ വാർത്ത കൊടുത്തതുകൊണ്ട് മാത്രം വൈകിയ ആ പട്ടിക ഒരു വലിയ പ്രതിഭാസമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ കൃത്യമായി ഈ പട്ടികയിൽ നമുക്ക് വളരെ ദൃശ്യമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. AI ഗ്രൂപ്പുകളാണല്ലോ ഉണ്ടായിരുന്നത്. ഇതിൽ 92 സീറ്റിൽ ഏതാണ്ട് 3-1 KC
വേണുഗോപാലിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. പഴയ എ ഗ്രൂപ്പിന് 21 സീറ്റുകളാണ് ഈ വിഭജനത്തിൽ കിട്ടിയിരിക്കുന്നത്. ഐ ഗ്രൂപ്പാണ് ഏറ്റവും കഷ്ടപ്പെട്ടു പോയത്. 16 പേരാണ് ഐ ഗ്രൂപ്പിൻ്റേത് എന്ന് പറയുന്ന അനുഭാവം പുലർത്തുന്ന നേതാക്കൾ ഉള്ളത്. ഇനി LDFുമായി സംബന്ധിച്ച് നേരത്തെ പറയല്ലോ, സ്മിത ചേച്ചിയും പറഞ്ഞതാണ്. അപ്പോൾ 4 ആ പ്രശ്നമുള്ളത്. ഡോക്ടർ അരുൺകുമാറും പറഞ്ഞതാണ്. ഇനി BJP തിരുവനന്തപുരം സെൻട്രൽ സുരേന്ദ്രൻപിള്ള മത്സരിക്കുന്നില്ല എന്ന തീരുമാനം വന്നു കഴിഞ്ഞിരിക്കുന്നു. കരമന ജയൻ എന്നുള്ളതാണ്. നമ്മൾ ഈ CPM-നെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും പറയുമ്പോൾ ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരെ കുറിച്ച് വലിയ വേദനയോടുകൂടി സംസാരിക്കുന്നുണ്ടല്ലോ. ഈ കരമന ജയൻ ആരാ? ഇത്രയും വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം ആക്റ്റീവായി നിന്ന് ആ കോർപ്പറേഷൻ നേടിയെടുത്തതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ്. സുരേന്ദ്രൻപിള്ള വരും എന്ന് പറഞ്ഞത് അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. MT രമേശിന് തൃശ്ശൂരിൽ മത്സരിക്കണം എന്നുണ്ടായിരുന്നു. ഇനി പത്മജ വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം ആദ്യം പ്രഖ്യാപിച്ച ആരാ? പത്മജ വേണുഗോപാലാ. പുറത്തുനിന്ന് വന്ന ഒരാളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ BJPക്ക് വേണ്ടി വലിയ തോതിൽ വാദിക്കുന്നുണ്ടെങ്കിലും MT രമേശ് അവിടെ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 86 പേരെയാണ്, 96 സീറ്റിലാണ് മത്സരിക്കുന്നത് BJP. അതിൽ 86 പേരെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. 10 പേരെ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. BDJസിന് കൊടുക്കുന്ന സീറ്റ് എത്രയാണെന്നറിയാമോ? 23 സീറ്റ്. 2020ക്ക് 19 സീറ്റ്. ഇനി BDJസിന് സീറ്റ് കൊടുക്കുന്നതിൽ വേറെ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. 2 തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് BDJസുമായിട്ട് ഒരുമിച്ച് മത്സരിച്ച സമയത്ത് എല്ലായിടത്തും അവർക്ക് വലിയ വോട്ട് വർധനയുണ്ടായി. തൊട്ടടുത്ത തവണ BDJസിനെ മാറ്റി നിർത്തി മത്സരിച്ചപ്പം ഈ ഓരോ മണ്ഡലങ്ങളിലും വോട്ട് ശതമാനം വലിയ തോതിൽ കുറയുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് വീണ്ടും BDJസിലേക്ക് പോകുന്നതും അവർക്ക് ഈ സീറ്റ് കിട്ടുകയും ചെയ്യുന്നത്. നോക്കൂ, 92 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. 96 സീറ്റിലാണ് UDF മത്സരിക്കുമ്പോൾ എങ്ങനെയാ? അപ്പുറത്ത് ലീഗ് നിൽക്കുന്നുണ്ട്, അത്രയും വലിയൊരു പാർട്ടി. കേരള കോൺഗ്രസ് നിൽക്കുന്നുണ്ട്. പക്ഷേ BDJs എന്ന് പറയുന്ന ഒരൊറ്റ ഘടകകക്ഷിക്ക് ഇത്രയധികം 23 സീറ്റുകൾ കൊടുക്കുന്ന ഒരു മുന്നണി സമവാക്യത്തിനാണ് NDA പോയിരിക്കുന്നത്. അടൂരിൽ സീറ്റ് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. തിരുവനന്തപുരം സെൻട്രൽ കരമന ജയിലിലേക്ക് എത്തുന്നുണ്ട്. പുതുപ്പള്ളിയിൽ ആർക്ക് വേണം തീരുമാനിച്ചിട്ടില്ല. ആർക്കും പട്ടിക വേണ്ടേ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പട്ടിക 2 സീറ്റിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്ന് പറഞ്ഞ് ഈ നാട്ടിൽ എന്തൊരു ബഹളമായിരുന്നു. BJPയുടെ പട്ടിക വരാത്തതിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, ആർക്കും ഒരു ചോദ്യവുമില്ല, ഈ പ്രശ്നങ്ങളില്ല. അയ്യോ ജനാധിപത്യം വെള്ളത്തിലായെന്നുള്ള നിലവിളിയും കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. വന്നിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും. ഓക്കെ, മഞ്ചേശ്വരത്ത് ഇപ്പോൾ K സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞ വേറൊരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് നിർത്താം. അതായത് കേന്ദ്രം ഭരിക്കുന്ന BJP ആണല്ലോ. അപ്പോൾ മഞ്ചേശ്വരത്ത് ജയിക്കുകയാണെങ്കിൽ ഈ ഡബിൾ എഞ്ചിനൊക്കെ വരുമ്പോഴത്തേനും വലിയ സ്വാധീനമുണ്ടാകും, വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. തൃശ്ശൂരിൽ അങ്ങനെ ഒരു ജയം ഉണ്ടായിരുന്നു. എയിംസ് എന്ന് ചോദിക്കാൻ പറ്റില്ല. നാട്ടിൽ മുഴുവനും എയിംസ് സ്ഥാപിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. പിന്നെ ബജറ്റ് എന്ന് ചോദിക്കാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ പറ്റുമോ? വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീട്ടിലെ കാര്യം ചോദിക്കണം, നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നാട്ടിലെ കാര്യം ചോദിക്കണം, അമ്മയെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാര്യം ചോദിക്കണം എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറയുന്നത്. ഇന്നിപ്പോൾ ഈ പെട്രോളിയം പ്രീമിയം പെട്രോളിൻ്റെ വില വർദ്ധിച്ച ദിവസമാണ്. LPGയുടെ വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്? മന്ത്രാലയത്തിൽ വന്ന് ചോദിക്കണം എന്ന്. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ് അവിടെ വന്ന് ചോദിക്കണം, ഇവിടെ വന്ന് ചോദിക്കണം. അല്ലാതെ റോഡ് സൈഡിൽ വെച്ച് സംസാരിക്കാൻ കഴിയില്ല. പൊതുപ്രവർത്തകനാണ്. അതായത് ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന മനുഷ്യരുടെ വോട്ട് വാങ്ങിയിട്ടാണല്ലോ ഇദ്ദേഹം ജയിച്ചു പോകുന്നത്. ആ റോഡ് സൈഡിൽ വെച്ച് ജനങ്ങളൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഴുവൻ സെൻസർഷിപ്പ് ഉണ്ട് എന്ന നിലയ്ക്കാണ്. അപ്പോൾ മഞ്ചേശ്വരത്ത് ഇനി ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരണം എന്നുള്ള കാര്യം വളരെ കൗതുകമാണ്. ഇനി കൊണ്ടുവരാമെന്ന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുമില്ല. ഇനി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വന്നിട്ട് ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുമില്ല. ബജറ്റിലാകെ തന്നത് ഈ പറയുന്ന ആമവികസനം അടക്കമുള്ള കാര്യങ്ങളുമാണ്. ഡബിൾ എഞ്ചിൻ വരണമെന്നാണ് പറയുകയും ചെയ്തത്. ചിത്രം തെളിഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം. സുനിൽ, ചിത്രം തെളിഞ്ഞോ? ചിത്രം തെളിഞ്ഞു വരികയാണ്. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളില്ല എന്ന് പറയും. ഒപ്പം തന്നെ പറയും പെട്ടെന്ന് നിറം മാറാനുള്ള കഴിവ് വേണം എന്ന് പറയും. K സുധാകരനെ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കണ്ടു, ഇന്നും K സുധാകരനെ കണ്ടു. രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു രാഷ്ട്രീയ നേതാവാണ് K സുധാകരൻ എന്ന് പറയുന്നത്. ഞാൻ മുൻപ് ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, K സുധാകരനോട് വാർത്ത ശേഖരിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാമറയിൽ അദ്ദേഹം പറഞ്ഞത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ വാർത്ത കൊടുക്കാവൂ. അദ്ദേഹം ഓഫ് ദ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാർത്ത വിശ്വസിച്ച് കൊടുക്കരുത്. കാരണം അദ്ദേഹം മാറ്റി പറയുമെന്ന്. ഇന്നലെ വൈകുന്നേരം വരെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നൽകിയിട്ടുള്ള സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ സുധാകരൻ നേരിട്ട് മാധ്യമങ്ങളോട് പങ്കുവച്ച വിവരമാണ്. അത് വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. പക്ഷേ പെട്ടെന്ന് ഇന്നലെ സുധാകരൻ ഹൈക്കമാൻഡിന് വിധേയനായി. പക്ഷേ ഏതായാലും K സുധാകരൻ അവിടെ അടങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ K സുധാകരൻ്റെതായി മാധു പറഞ്ഞതുപോലെ ഏറ്റവും പുതുതായി വരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം, അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് കേരളത്തിൽ പിണറായി 3.0 വന്നേക്കും എന്നാണ്.
അത് വരാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെതായുള്ള പ്രതികരണം വരുന്നുണ്ട്. ഏതായാലും ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു വിവാദ സാഹചര്യം ഇപ്പോഴില്ല. ആ അർത്ഥത്തിൽ കോൺഗ്രസ് അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിരിക്കുന്നു. അങ്ങനെ കളം നിറയാൻ കോൺഗ്രസും തയ്യാറായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് വ്യക്തമാവുകയാണ്, UDFിൻ്റെ ആയാലും LDFിൻ്റെ ആയാലും. ഏതായാലും ഇത്തവണത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സവിശേഷത ചൂണ്ടിക്കാണിക്കാനുള്ളത് VD സതീശനെടുത്ത നിലപാട് വിജയിച്ചു എന്നുള്ളതാണ്. കെ സുധാകരൻ്റെ കാര്യത്തിൽ അവസാന നിമിഷം വരെ കെ സുധാകരനെ മത്സരിപ്പിക്കാനാകില്ല എന്ന നിലപാട് VD സതീശൻ വളരെ ശക്തമായി എടുത്തു. അത് ഹൈക്കമാൻഡിന് അംഗീകരിക്കേണ്ടി വന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവിടെ രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കൾ, AK ആന്റണിയെ പോലുള്ള നേതാക്കൾ, AK ആന്റണിയൊക്കെ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കെ സുധാകരനെ മത്സരിപ്പിക്കണം എന്നാണ്. പക്ഷേ അത് പോലും തള്ളിക്കൊണ്ട് ഒരു നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചത് VD സതീശൻ്റെ ശക്തമായ നിലപാടിനെ തുടർന്നാണെന്ന് ഞാൻ പറയും. കാരണം പക്ഷേ VD സതീശൻ കൊടുത്തിട്ടുള്ള പല പേരുകളും വെട്ടിമാറ്റിയാണ് സ്ഥാനാർത്ഥി പട്ടികയൊക്കെ തന്നെ വന്നത് എന്നത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പക്ഷേ അപ്പോഴും സുധാകരൻ്റെ കാര്യത്തിൽ വളരെ ശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നേരത്തെ മാധു ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടല്ലോ, ഷോർട്ട് മെമ്മറി എന്ന് പറഞ്ഞൊരു കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് 2017 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പാണ്. 2016 നവംബർ 8 വൈകുന്നേരം 8 മണിക്കാണ് രാജ്യത്ത് നോട്ട് നിരോധിക്കുന്നത്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 8 മണിക്ക് വന്ന് നോട്ട് നിരോധനം പ്രഖ്യാപിക്കുകയാണ്. തൊട്ടടുത്ത വർഷം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് ഉത്തർപ്രദേശിൽ ഈ നോട്ട് നിരോധനമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയമെന്ന് പറയുന്നത്. അന്ന് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിലാണ് മത്സരിച്ചത്. ഞാൻ ആ തെരഞ്ഞെടുപ്പ് 2-2.5 മാസം ഉത്തർപ്രദേശിൽ ലക്നൌവിൽ തങ്ങി റിപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അന്ന് ഈ സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും സഖ്യം, അന്ന് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഇറങ്ങി ഉത്തർപ്രദേശിലെ എല്ലായിടങ്ങളിലും ഈ നോട്ട് നിരോധനം ഉയർത്തിയായിരുന്നു പ്രചരണം നടത്തിയത്. നമുക്ക് അന്നത്തെ കാഴ്ച അറിയാലോ. നോട്ടിൻ്റെ കറൻസിക്ക് വേണ്ടി അന്ന് ബാങ്കുകൾക്ക് മുമ്പിൽ കാത്തു നിന്ന എത്രയോ മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പേർ മരിച്ചിട്ടുണ്ട്, കുഴഞ്ഞു വീണിട്ടുണ്ട്. ഈ നോട്ടിന് വേണ്ടി ആളുകൾ എത്ര മാസങ്ങൾ കാത്തു നിന്നിട്ടുണ്ട്. എന്ത് വലിയ പ്രതിസന്ധിയാണ് നേരിട്ട്. ചെറുകിട കച്ചവടം ആകെ തകർന്നു, വ്യവസായ രംഗത്ത് വലിയ പ്രതിസന്ധി, സാധാരണ ജനങ്ങൾക്ക് പണിയില്ലാത്ത, കൂലി കിട്ടാത്ത വലിയ പ്രതിസന്ധിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനിടയിലാണ് അന്ന് ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് അഖിലേഷ് യാദവിൻ്റെ ഭരണമാണെങ്കിൽ താരതമ്യേന മെച്ചപ്പെട്ട ഒരു ഭരണമായിരുന്നു. അന്ന് അടിസ്ഥാന സൗകര്യ രംഗത്തൊക്കെ തന്നെ വലിയ വികസനം കൊണ്ടുവന്നു എന്നൊക്കെ അന്ന് വലിയ ചർച്ചകളുണ്ടായിരുന്ന ഒരു കാലത്തായിരുന്നു ആ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് ഞാൻ അഖിലേഷ് യാദവിൻ്റെ അഭിമുഖം എടുത്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യണം, യാത്ര ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയണം എന്നൊക്കെ അഖിലേഷ് യാദവ് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ആ റോഡിലൂടെ യാത്ര ചെയ്യുകയും ആ റോഡിനെക്കുറിച്ചൊരു സ്റ്റോറിയൊക്കെ ചെയ്തിരുന്നു. അത് അഖിലേഷ് യാദവിന് വലിയ ഇഷ്ടമായെന്ന് അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആ തെരഞ്ഞെടുപ്പ് നമ്മൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫീലിൽ നിന്നാൽ, അതിൻ്റെ പ്രചരണ രംഗത്ത് പോയി നിന്നാൽ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് പ്രവചിക്കാനേ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. അന്ന് ഈ 7 ഘട്ടമായിട്ടായിരുന്നു ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഫേസ് പൂർത്തിയാകുമ്പോഴും ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ വന്ന് പറയും, BJP അധ്യക്ഷൻ കൂടിയായിരുന്നു അദ്ദേഹം, അമിത്ഷാ പറയും, ഈ ഫേസിൽ ഇത്ര സീറ്റിലാണ് മത്സരം നടന്നത്, ഇത്ര സീറ്റിൽ BJP ജയിക്കും. അത് കഴിഞ്ഞ് ഓരോ ഫേസ് കഴിയുമ്പോഴും കൃത്യമായി സീറ്റുകൾ പ്രവചിക്കുകയാണ് അമിത്ഷാ. അപ്പോൾ ആരും അത് വിശ്വസിക്കുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 300-ലധികം സീറ്റുകളിലാണ് BJP വിജയിക്കുന്നത്. 312 സീറ്റിൽ BJP ഉത്തർപ്രദേശ് തൂത്തുവാരെന്നാണ് കണ്ടത്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പോലും ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയ മനസ്സ് അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള അവിടുത്തെ UPയിലെ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് മറച്ചു വെക്കാനാകില്ല. അതുപോലെ തന്നെയാണ് 2018 ത്രിപുര തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ത്രിപുരയിലെ മണിക് സർക്കാരിൻ്റെ ഭരണം അവസാനിപ്പിച്ച് 2018 ജനവിധിയും ഇതുപോലെ തന്നെയായിരുന്നു. ഒരിക്കലും ആരും പ്രതീക്ഷിച്ചതല്ല അവിടെ അങ്ങനെ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നത്. അതുപോലെ തന്നെ നമുക്കൊരു തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് മാത്രം നമുക്ക് കണക്കാക്കാനാകില്ല. ആൾക്കൂട്ടങ്ങളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ എന്താണ്, വോട്ടർമാരുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചുകൊണ്ട് ഇത്തവണ ഒരുപാട് വിഷയങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട്.
അപ്പോൾ LDF ആണെങ്കിൽ LDFിൻ്റെ വികസന നേട്ടങ്ങളാണ് ഉയർത്തി കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ LDFും CPM ഒക്കെ തന്നെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചില എതിർ ശബ്ദങ്ങൾ, ചോദ്യങ്ങൾ ഉയരുന്നൊരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിലെ പാർട്ടി കോട്ടകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു വന്നു എന്നത് നിസ്സാരമായി കാണാനാകില്ല. അതൊക്കെ എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കാൻ പോകുന്നത് എന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. തളിപ്പറമ്പിലെ ചോദ്യം, അതുപോലെ തന്നെ പയ്യന്നൂരിൽ ഉയർന്നിട്ടുള്ള ചോദ്യം, സുധാകരൻ ഉയർത്തുന്ന ഭീഷണി, ഇതൊക്കെ അവസരവാദത്തിൻ്റെ രാഷ്ട്രീയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാത്തതിനെ തുടർന്നാണ് ഈ അവകാശവാദങ്ങളും ഈ ചോദ്യങ്ങളുമൊക്കെ ഉയർന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങൾ ഉയർന്നു എന്നത് നിസ്സാരമായി നമുക്ക് കണക്കാക്കാനാകില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അതുപോലെ സമാനമായ വെല്ലുവിളികൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ഒരുപാട് വിമത സ്ഥാനാർത്ഥികളുണ്ട്. അതിപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ഇന്ന് ചടയമംഗലത്ത് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്, KPCC എക്സിക്യൂട്ടീവ് അംഗം ആയ അരുൺ രാജ് എന്ന് പറയുന്ന യുവാവ് BJPയിൽ ചേർന്നിരിക്കുകയാണ് സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന്. അപ്പോൾ അത്തരം പ്രതിസന്ധി UDFിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഈ വലിയ പ്രതിസന്ധി LDFിലായാലും UDFിലായാലും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലായാലും സംഘടനാപരമായ വിഷയത്തിലായാലും ഒക്കെ തന്നെ ഉണ്ട്. ഏതായാലും അതുകൊണ്ട് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഏതായാലും സർവേകളൊക്കെ തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള സർവേകളൊക്കെ തന്നെ പ്രവചിക്കുന്നത് LDFിന് ചെറിയ മേൽക്കൈ ഉണ്ട് എന്ന് പറയുന്ന സർവേകളുണ്ട്, UDFിന് ചെറിയ മേൽക്കൈയുണ്ട് എന്ന് പറയുന്ന സർവേകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്ക് അനുകൂലമാണ് ജനവിധി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും UDFിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെ അപേക്ഷിച്ച് ഒരു വലിയ വിവാദങ്ങളില്ലാതെ, വലിയ പൊട്ടിത്തെറികളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ഇന്ന് AK ആന്റണി തന്നെ ഒരു വലിയ ഷീൽഡുമായി ഇന്ന് രംഗത്തിറങ്ങുന്നതാണ് കണ്ടത്. 2001 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, ചെറിയാൻ ഫിലിപ്പിൻ്റെ ഒരു പൊട്ടിക്കരച്ചിൽ നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് മാഞ്ഞു പോകുന്നതേ അല്ല. സീറ്റ് കൊടുത്തില്ല. കരുണാകരൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയുന്നത്. കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്ന ചെറിയാൻ ഫിലിപ്പിന് സീറ്റ് നൽകിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ ദൃശ്യങ്ങളൊക്കെ തന്നെ അന്ന് ടെലിവിഷൻ ചാനലുകളൊക്കെ വരികയും, അന്ന് വളരെ കുറച്ച് ചാനലുകൾ മാത്രമേ ഉള്ളൂ, പക്ഷേ അതിലൊക്കെ വരികയും അതൊക്കെ അന്ന് വലിയ ചർച്ചയാവുകയും പിന്നീട് ചെറിയാൻ ഫിലിപ്പ് LDF സ്വതന്ത്രനായി തിരുവനന്തപുരത്ത് മത്സരിക്കുകയും ഒക്കെ തന്നെ ചെയ്തതാണ്. അദ്ദേഹം അങ്ങനെ പിന്നീടൊരു അതടുത്ത കാലം 2023 തിരിച്ച് കോൺഗ്രസിലേക്ക് പോയി. പക്ഷേ അന്ന് അങ്ങനെ ഇടത് സഹയാത്രികനായി അദ്ദേഹം കുറേ കാലം പോകുന്നതാണ് കണ്ടത്. 2001 അന്നത്തെ കോൺഗ്രസിൻ്റെ സീറ്റ് നിർണയമാണ്, സ്ഥാനാർത്ഥി നിർണയമാണ് ഇന്ന് AK ആന്റണി ചൂണ്ടിക്കാണിച്ചത്. അന്ന് 3 പേരെ, അത് ധനപാലൻ ഉൾപ്പെടെ ഉള്ള 3 പേരാണ്. അന്ന് കരുണാകരനാണ് വലിയ പ്രതിഷേധം ഉയർത്തിയത്. ഒടുവിൽ പ്രചരണത്തിനിറങ്ങി 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഹൈക്കമാൻഡ് ഈ 3 സ്ഥാനാർത്ഥികളെ വെട്ടി പിന്നെ പുതിയ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ തന്നെയുള്ള വിവാദങ്ങൾ എല്ലാ കാലത്തും കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ജനങ്ങളുടെ മനസ്സിലൊരു തീരുമാനമുണ്ടാകും. അത് വോട്ടെടുപ്പിലേക്ക് വരുമ്പോൾ അതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായി തന്നെ മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾ LDFിനെ സംബന്ധിച്ചിടത്തോളം, UDFിനെ സംബന്ധിച്ചിടത്തോളം അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു വിഷയമായി മാറും എന്ന് ഞാൻ കരുതുന്നില്ല. വോട്ടിംഗ് എന്ന് പറയുന്നത് കൃത്യമായൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് തന്നെയായിരിക്കും. അവിടെ സർക്കാരിനെതിരെയുള്ള വിവാദങ്ങൾ വിഷയമാകും. ഒപ്പം തന്നെ LDFിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ LDF കഴിഞ്ഞ 10 വർഷം നടത്തിയിട്ടുള്ള വികസനം തന്നെയാണ് പ്രധാന വിഷയമാകാൻ പോകുന്നത്. അതുകൊണ്ട് വികസനം അംഗീകരിക്കുകയാണെങ്കിൽ ജനങ്ങൾ LDFിന് വോട്ട് ചെയ്യും. വിവാദങ്ങൾക്കൊപ്പമാണ് പോകുന്നതെങ്കിൽ LDFിനെതിരെ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അത് നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് BJP എന്ത് നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ്. കാരണം BJPയെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാനും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5% വോട്ട് BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത്തവണ ഒരു 2 സീറ്റ് കേരളത്തിൽ BJP പിടിക്കുകയാണെങ്കിൽ അത് BJPയെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയായിരിക്കും. അങ്ങനെ 1-2 സീറ്റ് കേരളത്തിൽ പിടിക്കുക എന്നതാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് ഒരു സൈലന്റ് മൂവ് BJPയും കേരളത്തിൽ ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായൊരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്നത്. ആ അർത്ഥത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കളം പിടിച്ചിരിക്കുന്നു. ചിത്രം തെളിഞ്ഞു വരുന്നു എന്ന് തന്നെ പറയാം. ചിത്രം തെളിഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. ചിത്രം തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികകളിൽ ഇനി പുറത്തു വരാനുള്ളത് LDFിലെ 2 സീറ്റുകൾ മാത്രമാണ്.
അതിൽ ഷാനവാസ് പാദൂർ കാസർഗോഡ് മത്സരിക്കുമെന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമാണ്. LDF സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുക. ഇനി മങ്കടയിൽ തീരുമാനമാകാനുണ്ട്. മങ്കടയിൽ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് മങ്കടയിലെ മുൻ ലീഗ് പ്രസിഡന്റായ മുഹമ്മദ് കുന്നത്താണ്. കാര്യം അവിടെ ലീഗിൽ വലിയ പൊട്ടിത്തെറിയാണ് മങ്കടയിലുള്ളത്. ഇനി പുറത്തു വരാനുള്ളത് താനൂരാണ്. താനൂരും മങ്കടയും മാത്രമാണ് LDFിൻ്റെ കാൻഡിഡേറ്റായിട്ട് വരാനുള്ളത്. താനൂരിൽ നോക്കണം, മന്ത്രി അബ്ദുറഹ്മാൻ മത്സരിച്ചിരുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ നിന്ന് തിരൂർ മണ്ഡലത്തിലേക്ക് അബ്ദുറഹ്മാൻ മാറുന്ന സാഹചര്യമുണ്ടായി. അവിടെ മത്സരിക്കുന്നത് PK നവാസാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. VK യും ഷാഫിയെ ആദ്യം LDF പരിഗണിച്ചു. പക്ഷേ VK യും ഷാഫിയെ തിരിച്ച് ലീഗ് ഒത്തുതീർപ്പിലേക്ക് എത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷേ ജയനായിരിക്കാം അവിടെ മത്സരിക്കാൻ സാധ്യതയുള്ളത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പോൾ ഇനി ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. പ്രധാനപ്പെട്ട നേതാവാണ്. പക്ഷേ ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് അവിടെ PK നവാസിന് കനത്ത മത്സരം കാഴ്ചവെക്കാൻ പറ്റിയ കാൻഡിഡേറ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തായിരുന്നു ഒരു സംശയം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് സെൻട്രലിൽ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു. അതിപ്പോൾ കരമന ജനാർദ്ദനൻ നായരുടെ മകന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു മോശമല്ലാത്ത ചോയ്സ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സ്വതന്ത്രനാണ് എന്നുള്ളതാണ്. മാത്രമല്ല കരമന ജനാർദ്ദനൻ നായർക്ക് അവിടെയുള്ള ഒരു വലിയ സ്വീകാര്യതയുണ്ട്. ആ കരമനയുടെ മാത്രമല്ല അധ്യാപകനായിരുന്നു അദ്ദേഹം. ഇദ്ദേഹം അധ്യാപകനാണ്. അധ്യാപകനായിരുന്നു. പിന്നീട് VRS എടുത്ത ആളാണ്. വലിയ സ്വീകാര്യനാണ് എന്നുള്ളതാണ്. അപ്പോൾ CP ജോൺ വേഴ്സസ് കരമന സുധീഷ് ആയിരിക്കും അവിടെ മത്സരിക്കാൻ പോകുന്നത്. സുധീർ ആയിരിക്കും അവിടെ മത്സരിക്കാൻ പോകുന്നത്. അത് ചെറിയ കാര്യമല്ല, നല്ലൊരു മത്സരമാണ് അവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ മത്സര ചിത്രം. 138 ഇടങ്ങളിൽ LDFിൻ്റെ ചിത്രം തെളിഞ്ഞു. 2 ഇടങ്ങളിൽ മാത്രമാണ് തെളിയാനുള്ളത്. അത് ഇന്ന് രാത്രിയോടുകൂടി പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നു. മറുഭാഗത്ത് 140 മണ്ഡലങ്ങളിലും UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് VD സതീശൻ എന്ന് ആവർത്തിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇസ്രയേലും അമേരിക്കയും കൂടി ഇറാനുമേൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ഉള്ള ട്രംപിൻ്റെ ആത്മവിശ്വാസമായിരുന്നു യഥാർത്ഥത്തിൽ VD സതീശൻ ഉണ്ടായിരുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഇറാനെ നമ്മൾ തീർത്ത് കളയും എന്നാണ് പറഞ്ഞത്. 24 മണിക്കൂർ എന്ന് പറയാനുള്ള ആത്മവിശ്വാസം അതായിരുന്നു VD സതീശന്. പക്ഷേ പ്രഖ്യാപിച്ചു വന്നപ്പോഴാണ് 2ാം ഘട്ടത്തിലെ കുരുക്കുകൾ അഴിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ചോദ്യമേ ഉള്ളൂ നമുക്ക് പ്രതിപക്ഷ നേതാവിനോട്. ഒരു തർക്കവും ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെങ്കിൽ രാത്രി 12:30-ക്ക് ശേഷം എന്തിനാണ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീട്ടിൽ പോയത്? മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീട്ടിൽ തെരഞ്ഞെടുപ്പ് സമിതി നടക്കുന്നത് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീട്ടിലല്ലല്ലോ. തെരഞ്ഞെടുപ്പ് സമിതി നടക്കുന്നത് ACCയിലല്ലേ. കോർ കമ്മിറ്റി യോഗം കഴിഞ്ഞത് 5-ാം തീയതിയല്ലേ. മധുസൂദൻ മിസ്ട്രി ഇവിടെ വന്ന് സ്ക്രീനിങ് നടത്തിയത് 9-ാം തീയതിയല്ലേ. അതിനുശേഷം ഇത്രയും ദിവസം ഈ സ്ഥാനാർത്ഥികളെ ലിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ CECയുടെ മുൻപിൽ പരിഗണനയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനകത്തൊരു അപാകത സംഭവിച്ചു. ഇതൊക്കെ തുറന്നു പറയുന്നതിൽ എന്താ ബുദ്ധിമുട്ട്? ചില നേതാക്കൾ പറഞ്ഞല്ലോ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, അത് തിരിച്ചടിയാണ് എന്നുള്ളത് പറയുക എന്നാണ്. അപ്പോൾ അടിസ്ഥാനമായി സത്യസന്ധത എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തിൽ വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ഥാനാർത്ഥി പട്ടികകളിൽ എനിക്കുള്ളൊരു വ്യക്തിപരം എന്ന് വേണമെങ്കിൽ പറയാമുള്ള വിയോജിപ്പ് അതിനകത്ത് സ്ത്രീ പങ്കാളിത്തത്തിൽ സംഭവിച്ചിരിക്കുന്ന വലിയ കുറവ് തന്നെയാണ്. ഞാൻ വളരെ ഗൗരവത്തിൽ കാണുന്നൊരു വിഷയമാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കുമ്പോഴും നോക്കൂ, നമ്മൾ അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് 33% സംവരണം എന്നുള്ളത് മാറ്റി അല്ലേ, സ്ത്രീ സംവരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ്. പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുക. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പോ അതല്ലെങ്കിൽ തൊട്ടടുത്ത ലോക്സഭ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ കോൺഗ്രസ് ആണ് കൊണ്ടുവന്നത്. എന്നിട്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ച 92 സീറ്റുകളിൽ എത്ര പേർക്കാണ് കൊടുത്തിരിക്കുന്നത് അറിയുമോ? 10%. 9 പേർക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. 9 പേർക്ക് മാത്രം. CPMന്റെ കാര്യം വ്യത്യസ്തമൊന്നുമല്ല. 86 പേരെ പ്രഖ്യാപിച്ചെടുത്ത് CPM കൊടുത്തിരിക്കുന്നത് 10 പേർക്കാണ്. അല്ല, മൊത്തം 11 നോക്കൂ, 140 UDFിന്റെ സ്ഥാനാർത്ഥി മൊത്തം അത്രേ ഉള്ളൂ. പക്ഷേ CPIയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഭേദമാണ്. CPI 25 സ്ഥാനാർത്ഥികളിൽ 5 പേരെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. BJP ഇതുവരെ പ്രഖ്യാപിച്ച 86 സ്ഥാനാർത്ഥികളിൽ എനിക്ക് തോന്നുന്നു ഒരു 13 പേരെ മറ്റോ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ വനിതാ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഈ പട്ടിക പരിശോധിച്ചാൽ കുറയുന്നു അല്ലെങ്കിൽ കൂടുന്നില്ല എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മളെ അലോസരപ്പെടുത്തേണ്ട വിഷയമാണ്. ഇപ്പോഴും അത് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്തെന്ന് അന്വേഷിച്ച് പോകുമ്പോഴാണ്. അത് മാത്രമല്ല, സാമുദായികമായിട്ടുള്ള പ്രാതിനിധ്യം ഇതിൽ പലതിലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കാണാം. കോൺഗ്രസിൻ്റെ പട്ടിക എടുത്തു നോക്കുമ്പോൾ കൗതുകകരമായ ഒരു കാര്യം കാണാൻ കഴിയുന്നു. ഞാൻ ഓരോ പട്ടികയിലെ ആളുകളെയും എനിക്ക് സാധ്യമാകുന്ന അത്രത്തോളം ഞാൻ വിളിച്ചു ചോദിച്ചു. മീൻസ് അവിടെ നമ്മുടെ ബ്യൂറോകളുമായിട്ടും അതല്ലാതെയും ബന്ധപ്പെട്ടപ്പോൾ 25-ലധികം സ്ഥാനാർത്ഥികൾ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പുറത്താണ്. ഇപ്പോൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് പുറത്തു നിന്ന് വന്നവരാണ് 25 പേരിലധികം. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഇപ്പോൾ നമ്മുടെ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ പറയുന്നു, മിക്കവാറുമുള്ള മണ്ഡലങ്ങളിലെല്ലാം 25-ലധികം നമ്മൾ അന്വേഷിച്ചതിൽ ഈ
ആ മണ്ഡലത്തിൽ താമസിക്കുകയോ ആ മണ്ഡലവുമായിട്ട് നേരിട്ട് പരിചയമില്ല. ഇപ്പോൾ ചിറയൻകീഴിലെ നമ്മുടെ രമ്യ ഹരിദാസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇതിലെ സമവാക്യങ്ങളും എന്താണ് യഥാർത്ഥത്തിൽ ഇതിൽ വിന്നബിലിറ്റി എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പരിഗണിക്കേണ്ടിയിരുന്നത്. ഒന്ന്, അത് കനകോലു പറയുന്നത് എന്താ, വിന്നബിലിറ്റി മാത്രമായിരിക്കണം മാനദണ്ഡം. ഇപ്പോൾ വിന്നബിലിറ്റി എന്നാണല്ലോ പറയുന്നത്. ആരെ, എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി നമ്മുടെ മനോജ് മുത്തേടനെ കൊണ്ടുവരുന്നത് വിന്നബിലിറ്റി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ വിന്നബിലിറ്റി ആണോ ഇവിടെ ഉണ്ടായിരുന്നത്? എന്ത് വിന്നബിലിറ്റിയാണ് തൃപ്പൂണിത്തുറയിലെ ദീപക് ജോയിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് ലിജുവിനേക്കാൾ അല്ലെങ്കിൽ രാജു പി നായറിനേക്കാൾ ഉണ്ടായിരുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ. ഈ പല മണ്ഡലങ്ങളിലും ഇട്ടിരിക്കുന്ന സ്ഥാനാർത്ഥികളുമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് നേരിട്ടൊരു പരിചയം പോലുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിൽ വിന്നബിലിറ്റി ഒരു ഫാക്ടർ ആയിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ എന്താ, സാമുദായിക സമവാക്യം. അത് ഞാൻ ഇന്നലെ പറഞ്ഞു, എറണാകുളത്ത് എങ്ങനെയാണ് ആ സമുദായ സമവാക്യം പാലിക്കപ്പെടാതെ പോയത് എന്നുള്ളത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ, ഈ വിന്നബിലിറ്റിക്കും അപ്പുറത്തേക്ക് ഒരു സാമൂഹിക നീതിയുടെ കണ്ടന്റ് അതും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ സണ്ണി കവികാടിൻ്റെയും CK ജാനുവിൻ്റെയും ഒക്കെ കാര്യത്തിൽ പറഞ്ഞത്. ഇനി നോക്കൂ, അപ്പോൾ എന്താണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രതിഫലിച്ചത്? അപ്പോൾ വിന്നബിലിറ്റി പ്രതിഫലിച്ചിട്ടില്ല, സാമൂഹിക നീതി പ്രതിഫലിച്ചിട്ടില്ല, സ്ത്രീ പ്രാതിനിധ്യം കാര്യമായിട്ട് അവിടെ പരിഗണിച്ചിട്ടില്ല. പിന്നെ പരിഗണിക്കപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വ്യക്തി താല്പര്യങ്ങൾ കൃത്യമായിട്ടും അവിടെ പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ മാധു പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ ചില പത്രങ്ങൾ അത് കണക്കുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ 92 സീറ്റിൽ 3-1 KC പക്ഷമാണ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ KCയുമായി ചേർന്ന് നിൽക്കുന്നവരാണ്. അതെന്താണ് അങ്ങനെ വരാനൊരു കാരണം? അങ്ങനെയല്ലല്ലോ സംഭവിക്കുക. നോക്കൂ, ഉമ്മൻചാണ്ടിയുടെ കാലശേഷം കേരളത്തിൽ ഏറ്റവും പ്രബലമായിരുന്നത് A പക്ഷമായിരുന്നല്ലേ, A വിഭാഗമായിരുന്നില്ലേ? ആ Aയിലുണ്ടായിരുന്ന പലരും ഇപ്പോൾ ആർക്കൊപ്പമാണ്? KCക്കൊപ്പമാണ്. അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൂയിഡായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. നമ്മുടെ പരമ്പരാഗത ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുകയും അധികാരമുള്ളിടത്തേക്ക് വളരെ വേഗം വ്യക്തിപൂജയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ KC ഇപ്പോൾ തൃശ്ശൂരിൽ 5 ഇടങ്ങളിൽ KCയുടെ വിശ്വസ്തരുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, ഇടുക്കി, തിരുവനന്തപുരം 3 വീതമാണ്. ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ മാത്യു കുഴൽനാടൻ നേരിട്ട് KC, ടോണി ചെമ്മണ്ണി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും Aയുടെ കൂടി ഭാഗമായിട്ട് വരും. അതേപോലെ മനോജ് മുത്തേടൻ, ബെന്നി ബെഹനാനാണ് പേര് സജസ്റ്റ് ചെയ്തെങ്കിലും അവസാന നിമിഷം വരെയും KCയുടെ പിന്തുണ കൂടി അതിനുണ്ടായിരുന്നു. കാരണം എന്താ, എൽദോസ് കുന്നപ്പള്ളിയെ വെട്ടണം. എൽദോസ് കുന്നപ്പള്ളി ആരുടെ കക്ഷിയാണ്? രമേശ് ചെന്നിത്തലയുടെ കക്ഷിയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി വാദിച്ചു. ജോസഫ് വാഴയ്ക്കിന് വേണ്ടി വാദിക്കാൻ സമയം കിട്ടിയില്ല, അഥവാ വാദിച്ചത് അത്ര ശരിയായില്ല. അപ്പോൾ ചുരുക്കത്തിൽ എന്ത് സംഭവിച്ചു? എൽദോസ് കുന്നപ്പള്ളിയും പോയി, ജോസഫ് വാഴയ്ക്കിനും പോയി. രമേശ് ചെന്നിത്തലയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു. ജോസഫ് വാഴയ്ക്കിന് എന്തായിരുന്നു അയോഗ്യത? ഏറ്റുമാനൂരിൽ മത്സരിക്കാൻ ജോസഫ് വാഴയ്ക്കിന് എന്തായിരുന്നു അയോഗ്യത? ഇനി അതല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കാൻ എന്തായിരുന്നു അയോഗ്യത? 1 ലക്ഷം പോസ്റ്റ് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ അടിച്ചു വെച്ചേക്കുകയാണ് ഈ പറയുന്ന ജോസഫ് വാഴയ്ക്കൻ. ഇതാരാ ആ പണം തിരിച്ചു കൊടുക്കും? ജോസഫ് വാഴയ്ക്കനെ സംബന്ധിച്ച് അത്ര വലിയ സമ്പത്തുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ആളല്ല. ഇന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ജോസഫ് വാഴയ്ക്കൻ. പക്ഷേ വൈകാരികമായ ഒരു ഷോ ഓഫിനൊന്നും ജോസഫ് വാഴയ്ക്കൻ നിന്നില്ല. ജോസഫ് വാഴയ്ക്കൻ വളരെ സത്യസന്ധമായി പറഞ്ഞു, എനിക്കിതിനകത്ത് വിഷമമുണ്ട്, പക്ഷേ പാർട്ടി എൻ്റെ അമ്മയെപ്പോലെയാണ് എന്നാണ് ജോസഫ് വാഴയ്ക്കൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വ്യക്തി താല്പര്യങ്ങൾ എങ്ങനെയാണ് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ പ്രതിഫലിച്ചിരിക്കുന്നതെന്ന ചിത്രമാണ്. A ഗ്രൂപ്പിലെ 21 പേര്, ഏകദേശം നോക്കിയാൽ 21 പേരുണ്ട്. ചെന്നിത്തല അനുയായികൾ 16 പേര്. അതിലാണ് നമ്മൾ ഈ പറഞ്ഞ വെട്ടിക്കിട്ടിയവരിൽ ബാബു പ്രസാദ് ഉണ്ട്, സുബ്രഹ്മണ്യമുണ്ട്, ജോസഫ് വാഴയ്ക്കനുണ്ട്, എൽദോസ് ഉണ്ട് എന്നുള്ളതാണ്. അബ്ദുൾ റഷീദിനാവട്ടെ തളിപ്പറമ്പിൽ മത്സരിക്കേണ്ട അബ്ദുൾ റഷീദിനെ എടുത്ത് ധർമ്മടത്ത് കൊണ്ടിടുന്ന സാഹചര്യം ഉണ്ടായി. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നടന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെട്ടുകിട്ടിയ നേതാക്കളിൽ 2 പേരിൽ ഒന്ന് രമേശ് ചെന്നിത്തലയും മറ്റൊന്ന് VD സതീശനുമാണ്. VD സതീശൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്വന്തം ജില്ലയിൽ പോലും വലിയ മേധാവിത്വം ഉണ്ടാക്കാൻ സാധിക്കാതെ പോയി. ഷിയാസിനെ കിട്ടി എന്ന് നിർത്തിക്കഴിഞ്ഞാൽ അതാണ് വാക്കൗട്ട് വരെ നടത്തിയതിനു ശേഷമാണ്. അതാണ്, അതും അത്രയും ശക്തമായി സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷമാണ്. അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ രമ്യ ഹരിദാസും മീനാങ്കൽ കുമാറും ശാന്തകുമാറും അടൂർ പ്രകാശിന്റെ കാറ്റഗറിയിൽ നിന്ന് വന്നവരാണ്. K സുധാകരന്റെ കാര്യത്തിൽ ഈ പറയുന്ന KP ഷാജുവിന്റെ കാര്യം മാത്രമാണ് നമുക്കറിയാവുന്നത്, നേരിട്ടറിയാവുന്നത്. ബെന്നി ബെഹനാൻ, മനോജ് മുത്തേടൻ്റെ കാര്യവും പിന്നെ സിറ്റിംഗ് MLA ആണ് ചാലക്കുടിയിലുള്ള നമ്മുടെ സനീഷ് കുമാറും. ആന്റോ ആന്റണിക്ക് പോലും സ്ഥാനാർത്ഥിയുണ്ട് പൂഞ്ഞാറിൽ നിന്ന് നമ്മുടെ MK സെബാസ്റ്റ്യൻ. അപ്പോൾ വ്യക്തികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിരിക്കുന്ന, വ്യക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ക്യൂറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന, സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിർഭാഗ്യവശാൽ അതിൽ പാലിക്കാൻ സാധിച്ചിട്ടില്ല. മറുഭാഗത്തിന് ഈ CPMന്റെ പട്ടികയിലേക്ക് വരുമ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതിനകത്ത് ഇതൊക്കെ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെ സിറ്റിംഗ് MLAമാർക്ക് 2 ടേമിൻ്റെ കാര്യത്തിൽ ഇളവ് കൊടുത്തത് ആർക്ക് മാത്രമാണ്? 2 ടേമിൻ്റെ കളവിൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ തീരുമാനം, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പല ചാനലുകളിലും കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത്, വിജയിക്കാൻ കഴിവുള്ള സീറ്റുകളിൽ അവിടെ 2 ടേമിനെ പരീക്ഷിക്കുകയും വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ അത് MLAമാരെ പരിചയസമ്പന്നരായ അതായത് ആൾക്കാരെ മത്സരിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. അവിടെ പേരാവൂരിൽ മത്സരിപ്പിക്കാനായിട്ട് ശൈലജ ടീച്ചറെ വിട്ടതിന് പിന്നിൽ മട്ടന്നൂരിലെ ഒരു സേഫായിട്ടുള്ള മണ്ഡലത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി വിട്ടു എന്നുള്ളതാണ്. നിലവിലത്തെ ചിത്രം അനുസരിച്ച് പേരാവൂരിൽ നല്ല മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഇതാണ് മൊത്തത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചിത്രം. അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിലിപ്പോൾ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് അങ്ങ് കാസർഗോഡ് മുതൽ എനിക്ക് തോന്നുന്നു
തോന്നുന്നു തളിപ്പറമ്പിലാണ് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നം ഇപ്പോൾ നിൽക്കുന്നത്. കൊയ്യം ജനാർദ്ദൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, വിജിൽ മോഹൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അവിടെ വലിയ രീതിയിലുള്ള വിമത പ്രശ്നമുണ്ട്. അവർ ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾ CPM നിന്ന് വന്നവർക്ക് എന്തിനാണ് നിങ്ങൾ കൊടുക്കുക? നിങ്ങൾ സീറ്റ് കൊടുക്കുന്നതിലത്തെ ന്യായീകരണം എന്നാണ്. ഇവിടെ കഴിവുള്ളവർ നിൽക്കുമ്പോൾ എന്നുള്ളതാണ് ഈ നേതാക്കൾ ചോദിക്കുന്നത്. NS നസൂറിനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരടക്കം ഇന്ന് കലാപക്കൊടി ഉയർത്തി പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇന്ന് രണ്ടുപേരാണ് BJP യിൽ ചേർന്നത്. ഒന്ന് ചിറയൻകീഴിൽ നിന്നൊരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, ഒന്ന് നേരത്തെ പറഞ്ഞ അരുൺ രാജ്, KPCCയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ അരുൺ രാജും പുറത്തു പോകുന്ന സാഹചര്യമുണ്ടായി. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെ കോൺഗ്രസിന് നേരിടാൻ പറ്റാത്തത്? ഇന്ന് ഇതിനകത്ത് പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് നുസൂറിൻ്റെയാണ്. നുസൂർ പറഞ്ഞിരിക്കുന്നത് വാമനപുരത്ത് പാലോട് രവിയെ മാറ്റിയതിന് പിന്നിൽ SDP-യുടെ സമ്മർദ്ദമുണ്ടെന്നും അവിടെ സുധീർ ഷാ പാലോടിനെ കൊണ്ടുവന്നത് SDP-യുടെ താല്പര്യപ്രകാരമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ആരാ? യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അവിടെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ BJP കോൺഗ്രസ് ഡീൽ ഉണ്ടായിരുന്നു, 2:1 എന്ന നിലയിൽ അവിടെ ഡീൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അടുത്ത ഡീൽ വരാൻ പോകുന്നു അരുവിക്കരയിൽ നിന്നാണ് പറയുന്നത്. അടുത്ത ഡീൽ വരാൻ പോകുന്നു നേമത്തെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പറയുന്നത് ആരാണ്? സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് പറയുകയാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഒരു UDF BJP ഡീൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. സ്ഥാനാർത്ഥി ചിത്രം തെളിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഘടകങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമാകാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ ചിത്രം തെളിഞ്ഞു, അതിൽ വനിതാ പ്രാതിനിധ്യം മതിയായി ഒരു ലിസ്റ്റിലുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നതിലെ ഏറ്റവും ഖേദകരമായ ചിത്രവും. ആന്റോ അഗസ്റ്റോ, കേരളത്തിൽ 140 സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം കെ സുധാകരൻ നടത്തിയ പ്രതികരണമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ തോന്നുന്നത്. കേരളത്തിൽ തുടർ ഭരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയ്ക്കാണ് ഈ പറയുന്ന കെ സുധാകരൻ പറയുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് 140 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കറക്റ്റ് ക്ലാരിറ്റി വന്നു എന്നുള്ളതാണ്. അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ പല മണ്ഡലങ്ങളിലും എന്താണ് വിമത നീക്കം നടക്കുന്നു. പല മണ്ഡലങ്ങളിൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വിസിബിലിറ്റി ഇല്ലാത്ത നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് പറയുന്നത്? അതാത് മണ്ഡലം പ്രസിഡന്റുമാരുടെ പ്രശ്നങ്ങൾ, അതാത് ബൂത്ത് മണ്ഡലങ്ങൾ പ്രസിഡന്റുമാർ പല മണ്ഡലങ്ങളിലും പല നേതാക്കന്മാരും ഇലക്ഷൻ വർക്കിന് ഇറങ്ങിയിട്ടില്ല പല സ്ഥലങ്ങളിലും. എന്താണ് കാരണം ചോദിക്കുന്നത്? പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഘടകകക്ഷികൾ മത്സരിക്കുന്ന സ്ഥലങ്ങളിലാണ്. UDFിൻ്റെ ഘടകകക്ഷികൾ മത്സരിക്കുന്ന പല സ്ഥലങ്ങളിലും ഏകദേശം 95 സീറ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ള എത്രയാണ് 45 സീറ്റോളം വരുന്നത് ഘടകകക്ഷികൾക്കാണ്. ഈ 45 വരുന്ന ഘടകകക്ഷിയിൽ 20 സീറ്റ് അല്ലെങ്കിൽ 25 സീറ്റ് അല്ലെങ്കിൽ 20 സീറ്റ് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് ലീഗിൻ്റെ മാറ്റി വെച്ചാൽ ബാക്കിയുള്ള 25 സീറ്റുകളിൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒരാൾ പോലും വർക്കിന് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പല ബൂത്തുകളിലും വർക്കിലിറങ്ങിയിട്ടില്ല എന്ന്. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി നേതാവ് പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഇലക്ഷൻ വർക്കിന് ഇറങ്ങുന്നുള്ളൂ എന്ന് പറയുകയാണ്. എന്താണ് ഇലക്ഷൻ വർക്കിന് ഇറങ്ങാത്തതെന്ന് പറയും, ഞാൻ ഈ കോൺഗ്രസ്സുകാരെ ഒന്ന് അനുനയിപ്പിക്കാൻ നടക്കുകയാണ്, അവരെ ഒന്ന് സംസാരിച്ച് ധാരണയാക്കിയിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പല ടൈറ്റ് മത്സരം നടക്കുന്ന മണ്ഡലം ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലങ്ങൾക്ക് അടക്കമാണ് ഞാൻ പറയുന്നത്. ഈ സ്ഥലങ്ങളിലാണ് പ്രധാനപ്പെട്ട ഈ പ്രശ്നങ്ങളുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കാണുന്നത്രയും ഒരു ഈസി വാക്ക് ഓവർ ഇല്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ 100 സീറ്റ് പ്ലസ് 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം. കാരണം ആ വിഷമം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് നടക്കുമോ നടക്കില്ലയോ എന്നുള്ളതാണ്. അപ്പം നമുക്ക് നേരെ മുന്നിൽ കാണുകയാണ്, വലിയൊരു സ്വീപ്പുണ്ട്, വലിയൊരു ജനവികാരമുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എങ്കിൽ നമുക്കത് പറയാൻ പറ്റും. 100-ലധികം സീറ്റിൽ അധികാരത്തിൽ വരും എന്ന് പറയാം. അത് ജനങ്ങൾ കൂടെ തോന്നണമല്ലോ. എന്തുകൊണ്ടാണ് ഈ നുണയാണ് ഈ പറയുന്ന സത്യം ജനങ്ങൾ വിശ്വസിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് മുന്നിൽ കാണുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം അല്ലെങ്കിൽ കേരളത്തിലുള്ള സർവേ ഏജൻസികളെല്ലാം അന്വേഷണം നടത്തി അവരുടെ സർവേ റിപ്പോർട്ട് പുറത്തു വിടുമ്പോൾ എന്താണ്? ടൈറ്റ് ഫൈറ്റാണ് പറയുന്നത്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്ന് പറയുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറഞ്ഞതിന് ശേഷം ഈ 140 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുമ്പോൾ ഓരോ മണ്ഡലങ്ങളിൽ എത്തി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ കാസർഗോഡ് ഈ രണ്ട് സീറ്റാണല്ലോ കാസർഗോഡ് UDFിൻ്റെ കയ്യിലുള്ളത്. ഈ 2 സീറ്റിൽ എത്ര സീറ്റ് കൂടുതൽ പിടിച്ചെടുക്കാൻ പറ്റും എന്ന് എണ്ണി നോക്കിയാൽ അറിയാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ മണ്ഡലങ്ങളും ഉണ്ട്. കണ്ണൂരേക്ക് വരുന്ന സമയത്ത് കണ്ണൂരിൻ്റെ അടുത്ത് ഇരിക്കൂരും പേരാവൂരും 2 സീറ്റേ ഉള്ളൂ. ഈ 2 സീറ്റിൽ കൂടുതൽ എത്ര എണ്ണം പിടിച്ചെടുക്കാൻ പറ്റും? നമ്മുടെ മുമ്പിൽ നോക്കിയാൽ മനസ്സിലാവുമല്ലോ ഈ സീറ്റിൽ തന്നെ. അപ്പം കാസർഗോഡ് 2-ൽ കൂടുതൽ ഒന്നെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ വളരെ പ്രയാസത്തോടു കൂടി കാസർഗോഡത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുകയാണ്. വളരെ പ്രയാസത്തോടു കൂടിയാണ് പറയുന്നത്. അതുപോലെ തന്നെ കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം ഇരിക്കൂരും പേരാവൂരും ഉണ്ട്. മൂന്നാമതൊരു സീറ്റ് പിടിച്ചെടുക്കാൻ ഇപ്പോൾ കണ്ണൂരടക്കം പറയുന്നത്, കണ്ണൂരടക്കം പിടിച്ചെടുക്കാൻ ഇപ്പോൾ വച്ച സ്ഥാനാർത്ഥിക്ക് പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അത് പ്രശ്നം. അപ്പം അതിനിടയ്ക്ക് എന്താണ്
പേരാവൂര് ശക്തമായ മത്സരം നടക്കുകയാണ്. ഈ സണ്ണി ജോസഫും ശൈലജ ടീച്ചറും തമ്മിൽ വലിയ മത്സരം നടത്തുകയാണ്. അപ്പം ഓരോ ജില്ലകളെടുത്ത് പോകുക. അപ്പം തിരിച്ച് കോഴിക്കോടേക്ക് വരുന്ന സമയത്ത് കോഴിക്കോട് കോൺഗ്രസിന് ഒരു സീറ്റും ഇല്ല. എത്ര എണ്ണം പിടിച്ചെടുക്കാൻ പറ്റും? അധികാരത്തിൽ വരണമെങ്കിൽ മിനിമം 8 എണ്ണത്തിന് മേലെ പിടിച്ചെടുക്കാൻ പറ്റണം. 8 സീറ്റിൽ പിടിച്ചെടുക്കാൻ പറ്റണം. അതിൻ്റെ അകത്ത് ശക്തമായ മത്സരം നടക്കുന്ന 5 or 6 സീറ്റേ ഉള്ളൂ എന്നാണ് പറയുന്നത്. 8 സീറ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മലപ്പുറത്തേക്ക് വരുന്ന സമയത്ത് എന്താ, മലപ്പുറത്തുള്ള 15 സീറ്റ് ഓൾറെഡി കോൺഗ്രസിൻ്റെ കയ്യിലുണ്ട്. CPM-ൻ്റെ കയ്യിൽ 2 സീറ്റേ ഉള്ളൂ. ഈ 2 സീറ്റ് അതൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ 2 സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കണം. കാരണം അവരുടെ കയ്യിൽ അതുള്ള സീറ്റുകളാണ്. പാലക്കാടേക്ക് വരുമ്പോൾ എന്താണ്, പാലക്കാടേക്ക് വരുമ്പോൾ സമയത്ത് മണ്ണാർക്കാട് പാലക്കാട് മാത്രമേ ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ഈ മണ്ണാർക്കാട് പാലക്കാട് മേലേക്ക് CPM-ൻ്റെ അടുത്തേക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന എത്ര സീറ്റുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുകയാണ്. എല്ലാം ഇപ്പം വെറുതെ ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന 3 സ്ഥാനാർത്ഥികളെ താരതമ്യം ചെയ്ത് വെക്കുന്ന സമയത്ത് എങ്ങനെ വോട്ട് വരും, എങ്ങനെ വോട്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ഈ ടൈറ്റ് മത്സരം നടക്കുന്നതെന്ന് പറയുന്നത്? കേരളത്തിലെ പിന്നെ NDA-ൻ്റെ അല്ലെ BJP-ൻ്റെ സ്ഥാനാർത്ഥികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ BJP-ക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ പലതുമല്ല, ഒരു 90% പിന്നെ മണ്ഡലങ്ങളും എടുത്ത് ഘടകകക്ഷികൾ കൊടുത്തു. പ്രധാനപ്പെട്ട എറണാകുളത്തൊക്കെ നോക്കിയാൽ അറിയാം, പിന്നെ തൃശ്ശൂർ കൊടുക്കുക. ഈ എറണാകുളത്ത് ഈ ഘടകകക്ഷികൾക്ക് കൊടുത്താൽ ഇത്രയും നാളും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ആൾക്കാർ എവിടെ വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഇനിയത്തെ പ്രശ്നം. ആ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. അവർ സ്ഥാനാർത്ഥിയൊക്കെ ഹിന്ദു സ്ഥാനാർത്ഥിയൊക്കെ നോക്കി പോയിട്ടുണ്ടെങ്കിൽ ആകെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അതുണ്ടാക്കുന്ന മാറ്റം വലിയ മാറ്റമായിരിക്കും. കാരണം അത് ഏത് രീതിയിൽ എങ്ങോട്ട് മാറും എങ്ങോട്ട് മാറില്ല എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ പറയുന്നത് പോലെ വളരെ ഈസിയാണ്. കേരളത്തിൽ ഇതാ ഞങ്ങൾ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഇന്ന് സുധാകരൻ പറഞ്ഞ കാര്യത്തെ കാണേണ്ടത്. പിണറായി വിജയൻ 3-ാം സ്ഥാനത്തേക്ക് അധികാരത്തിൽ വരുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഓർമ്മശക്തി ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ലല്ലോ. നമുക്ക് പറയാൻ കഴിയുന്നത് അദ്ദേഹം പറഞ്ഞ എന്താണ്, 3-ാമത്തേക്ക് വരാതിരിക്കാനും സാധ്യതയുണ്ട്, വരാനും സാധ്യതയുണ്ട്, അങ്ങനെ കൂട്ടിക്കോളൂ, വരാതിരിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ എന്താ പറയുന്നത്, സ്മൃതി വേണം ചിരിക്കാൻ തുടങ്ങി. ഇതാണ് ഇത് യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ നമ്മളില്ല എന്നുണ്ടെന്ന് പറയുന്ന കാര്യമില്ലല്ലോ. അപ്പം ഈ സുധാകരൻ പറയുന്നത് അതുകൊണ്ടാണ്. എനിക്കറിയത്തില്ല, എനിക്ക് ഉറപ്പില്ല എന്ന് പറയുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് കഴിഞ്ഞ ടേപ്പ് KPCC പ്രസിഡൻ്റാന്നേ. ഈ സമയത്ത് ഡൽഹിയിൽ പോയി എനിക്ക് സീറ്റ് വേണം, കണ്ണൂരിൽ എനിക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞ നേതാവാണ്. അദ്ദേഹം ഒരു മാധ്യമത്തിൽ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പറയുകയാണ് 3-ാം ടൈം പിണറായി വിജയൻ അധികാരത്തിൽ വരില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത്. എനിക്ക് ഉറപ്പില്ല എന്ന് പറയുന്നത്. എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, എനിക്ക് ഉറപ്പില്ല എന്ന് പറയുകയാണ്. അത് കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാർക്കും ഉണ്ട് കേട്ടോ. അത് നമ്മളില്ല, നിങ്ങൾ പേഴ്സണലായി ഈ VD സതീശനെ മാത്രം മാറ്റി നിർത്തുക, ബാക്കി കേരളത്തിലുള്ള മുഴുവൻ നേതാക്കന്മാരെ വിളിച്ചോളൂ. തുടർ ഭരണം കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇതേ അഭിപ്രായം പുറത്തേക്ക് വരിക. സുധാകരൻ അത് K. സുധാകരൻ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഉറപ്പില്ല, 100% ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറയുന്നത് വളരെ തുച്ഛമായ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇനി വേറൊരു കാര്യം ചോദിച്ചോളൂ. കേരളത്തിലെ എല്ലാ DCC പ്രസിഡന്റുമാരെയും വിളിച്ചിട്ട് എല്ലാ DCC പ്രസിഡന്റുമാരോടും ചോദിക്കുക, നിങ്ങളുടെ ജില്ലയിൽ എത്ര സീറ്റ് UDF-ന് കിട്ടും എന്ന് ചോദിച്ചാൽ ആ സീറ്റിൻ്റെ എണ്ണം നോക്കുമ്പം ഇല്ല. ആ എണ്ണം നോക്കുമ്പില്ല. ഞാൻ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ കോൺഗ്രസ് നേതാവിനോട് ചോദിച്ചു, സാർ നിങ്ങൾ ഈ 100 സീറ്റ് പറയുന്നുണ്ടല്ലോ, നമുക്ക് 70 സീറ്റിന് മേലെയാണല്ലോ അധികാരത്തിൽ വരാൻ വേണ്ടത്, അപ്പോൾ 71 72 വേണ്ടേ, അപ്പോൾ ഒന്ന് എണ്ണിത്തരുമോ എന്ന് ചോദിച്ചു. ഒരു 1/4 മണിക്കൂർ സംഭാഷണമാണ്. അപ്പോൾ എണ്ണിത്തരുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എണ്ണാൻ തുടങ്ങി. എവിടുന്ന്? കാസർഗോഡ് തുടങ്ങിയെന്നുണ്ട്. അപ്പോൾ കാസർഗോഡ് 2, കണ്ണൂർ 3, പിന്നെ കോഴിക്കോട് 6 എന്നൊക്കെ പറഞ്ഞിങ്ങനെ എണ്ണാൻ തുടങ്ങി. എണ്ണിട്ട് വന്നപ്പോൾ 68 ആയുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടുന്നാ ഈ 100? അത് ഇപ്പോഴാണ് ഞാൻ ആ കാര്യം ആലോചിച്ചത് എന്ന് പറയുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. ഇതാണ്. ഈ യാഥാർത്ഥ്യത്തിന് അപ്പുറത്തേക്ക് നമ്മൾ പിന്നെ എന്താണ് വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ, അതിനകത്ത് മാധു പറയുന്ന കാര്യത്തെക്കുറിച്ചും PR സുനിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ചും ഞാൻ അംഗീകരിക്കാം. കാരണം വളരെ ഷോർട്ട് മെമ്മറിയാണ് മലയാളിക്ക്. ഈ 10 ദിവസം കഴിയുമ്പോൾ സുധാകരൻ്റെ അടിയൊന്നും ഓർമ്മയുണ്ടാകത്തില്ല. അല്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ സുധാകരൻ സംസാരിച്ചതും ഈ പറഞ്ഞ സീറ്റ് ചർച്ചയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് ഞാൻ പറയുന്നത് കേരളം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? കേരളത്തിലെ ഓരോ കടകളും ഓരോ ദിവസം അടച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ? കേരളത്തിൽ പല ഹോട്ടലുകളും ക്ലോസ് ചെയ്തു, പാചകവാതകമില്ല. കേരളത്തിലുണ്ടാകുന്ന പല ഹോട്ടലുകളും പല തൊഴിലാളികളുടെ അവസ്ഥ എന്താണെന്നറിയോ? പല തൊഴിലാളികളുടെയും ജോലി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഇലക്ഷൻ്റെ ബഹളത്തിൽ കേരളം അത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പല വീടുകളിലേക്കും ഗ്യാസ് എത്തിക്കുന്നില്ല. ഞാൻ പറയുകയാണ്, ഒരു ഹോട്ടൽ പിന്നെ ഓണർ പറയുകയാണ്, ഞാൻ എൻ്റെ ഹോട്ടലിൻ്റെ ചുറ്റുമുള്ള വീടുകളിലെ മുഴുവൻ ഗ്യാസ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇപ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ഗ്യാസ് കിട്ടുന്നുണ്ട്, അത് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കത്തിക്കുകയാണ്. വേറെ നിർവാഹമില്ല. കാരണം അവിടെ ഈ പറയുന്ന ഈ വിറക് കത്തിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടോ?
വളരെ തുച്ഛമായ വളരെ സംവിധാനമേ ഉള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട് കേരളത്തിൽ. ആ പ്രതിസന്ധി ചർച്ച ചെയ്യുന്നില്ല. ഇനി 20 ദിവസം കിടക്കുകയാണ്. മനസ്സിലായി? ഇന്ന് പെട്രോളിൻ്റെ വില 2.5 രൂപ കൂട്ടി. മനസ്സിലായി? അപ്പോൾ സ്പെഷ്യൽ പെട്രോളിൻ്റെ വില 2.5 രൂപ കൂട്ടി. കേരളം ചർച്ച ചെയ്യുന്നില്ല. കേരളം ചർച്ച ചെയ്യാത്തതിന് കാരണം എന്താണ്? ഇലക്ഷൻ്റെ ബഹളത്തിൽ കേരളത്തിൽ മാധ്യമങ്ങൾ നിൽക്കുക എന്നുള്ളതാണ്. നാളെയും മറ്റന്നാളും കൂടെ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മറ്റന്നാളും കൂടെ കഴിഞ്ഞാൽ ഓരോ വീടുകളിലേക്ക് ജനങ്ങൾ ഇറങ്ങും. ഓരോ വീടുകൾ അന്നേരം ഈ സ്ഥാനാർത്ഥികൾ വീടുകൾ കയറി ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വാർത്തകൾ ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് വരും. ചർച്ച ചെയ്യുമ്പോൾ ഈ 10 ദിവസം കഴിയുമ്പോൾ കേരളം എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് ഒരാൾക്കും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് എന്താണ് തീരുമാനിക്കുക? ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്താ തീരുമാനിക്കുക? പ്രത്യേകിച്ച് മലയാളികളാണ്. മലയാളികൾക്ക് വിഷമം ഉണ്ടായാൽ ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആര് അധികാരത്തിൽ വരും വരില്ല എന്ന് പറയാനുള്ള ഈ 140 മണ്ഡലത്തിൽ LDF UDF പ്രഖ്യാപനം കണ്ടിട്ടൊന്നും പറയാൻ കഴിയത്തില്ല. BJP പിന്നെ അവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോൾ 2 3 മണ്ഡലത്തിൽ നോക്കിയാൽ മതിയല്ലോ, ബാക്കി മണ്ഡലത്തിൽ കാര്യമായി നോക്കേണ്ട കാര്യമില്ല. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ആർക്ക് അധികാരത്തിൽ വരും എന്നുള്ള കാര്യം പറയാൻ കഴിയത്തില്ല. പിന്നെ വേറൊരു കാര്യം, 2 3 സീറ്റ് BJP അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ്, ഒരു വലിയ സ്വീപ്പൊന്നും ഒരു പാർട്ടി ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ, വലിയ വിജയമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ 3 സീറ്റ് വലിയ ബാധ്യതയാവും ചിലപ്പോൾ. അത് പറയാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. ചിത്രം തെളിഞ്ഞു എന്നുള്ളതായിരുന്നു ചോദ്യം. 5 പേരും യെസ് എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.